ഹായ്, ഗുഡ് ഈവനിങ്. അതെ അതെ, ഇവിടെ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. ഞാനേ വിളിച്ചത് മറ്റൊന്നിനുമല്ല. നമുക്കിപ്പോൾ ഒരു പശു നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനെ കൊടുത്തിട്ട് നമുക്കൊരു കുതിരയെ വാങ്ങാൻ പറ്റുമെന്ന് അറിയാനാ. ഇതിപ്പോൾ ഒരു 400 ലിറ്ററോളം പാല് വരും, വെള്ളം കൂട്ടാതെ തന്നെ. ഇത് ആദ്യം വാങ്ങിച്ചപ്പോൾ എരുമയായിരുന്നു. ഇപ്പോൾ പലരും പറഞ്ഞത് ഇത് എരുമയല്ല, ഇത് പശുവാണെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ഈ പശുവിനെ കൊടുത്തിട്ട് നമുക്കൊരു കുതിരയെ വാങ്ങിക്കാൻ പറ്റുമെന്നാണ് ഞാൻ അറിയണത്. നമുക്ക് ജസ്റ്റ് ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. അതെ അതെ. അപ്പം ഞാനേ ഉച്ചയ്ക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ ട്രംപ് വിളിക്കും. അത് കൂടാതെ തന്നെ പുള്ളിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം, പപ്പടം പഴം പായസം വേണം. നീ എന്നാ ഫോണ് ഇതാരെയാ വിളിക്കുന്നേ? എന്റെ വീട്ടിലാണ്. അതെ. ഹലോ. അതെ, 2 ദിവസമായിട്ട് മരുന്ന് കഴിച്ചിട്ടില്ല. ഊണഴിച്ചു. എന്തോ ഇന്നിപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലോ, കാര്യം ഇവിടെ ഗസ്റ്റ് അവിടെ വരുന്നതല്ലേ. ഒട്ടും നോർമലല്ല ഇപ്പൊ. രാവിലെ ടൂർ പോകാന്ന് പറഞ്ഞ് ബാത്റൂമിൽ കയറിയതാ ഒരു ബക്കറ്റ് വെള്ളമായിട്ട്. ഇപ്പൊ ആഫ്രിക്ക കൊള്ളില്ല, ഉഗാണ്ട കൊള്ളില്ല. അതെ അതെ അതെ, രാവിലെ വരും. അതെ. അപ്പൊ വരുമ്പോ എന്താന്ന് വെച്ചാൽ അവർ ചെയ്തു കൊടുത്തേക്ക്. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം നമുക്കിവിടെ ഉണ്ട്. ശരി ശരി. ഞാൻ വിളിച്ചോളാം അങ്ങോട്ട്. ഇല്ല ഞാൻ വിളിക്കാം. ശരി. ഞാനേ എൻ്റെ മൊബൈൽ ചാർജ് ഇത്തിരി കുറവാണ്. ഞാനേ ഒന്ന് കുത്തിയിട്ടേക്കട്ടെ. എന്ത് കുത്തിയിടാൻ പോകും? കഴിഞ്ഞ പ്രാവശ്യം ഈ 2 പേരിൽ കൊണ്ട് ഈ ക്ലിക്കിനിടെ കുത്തി കയറ്റി കരിച്ചു കളഞ്ഞത്. മൊബൈലൊന്നും കുത്തണ്ട, അപ്പൊ പോവാ. അല്ല, ട്രംപ് ഒന്നും വരണ്ട, പോവാ. എന്നെ കുളിപ്പിച്ച് കിടത്തരുത്, കേക്കട്ടല്ല. എൻ്റെ പേഴ്സണലി കാര്യങ്ങളിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഇടപഴകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഗെറ്റ് ഔട്ട്. നിനക്ക് പോകാം. സിംഹമാടി സിംഹം. സിംഹോ അല്ല, പുലിയോ? ഇടി കഴുത. അത് കറക്റ്റാ. ഞാനല്ല, നിന്റെ അച്ഛൻ. ഇത് എന്തൊക്കെയാ പറയുന്നത്? ബന്ധുരകാചര കൂട്ടിലാണെങ്കിലും ബന്ധങ്ങൾ അത് മറന്നു നമ്മൾ പോകരുത്. സുകുമാരൻ നായരോ? രമേശ, നിന്നെ കണ്ടിട്ട്. സുകുമാരനല്ല, ഗോപിയാണത്. ഭാവി ആയാലും ഗോപി ആയാലും ഭാവി ചെല്ലുന്നിടം പാതാളം, പാതാളം ചെല്ലുന്നിടത്തും ഗോപി. അത് ഞാൻ നിന്നൊന്ന് കാണുമെന്ന് എത്തിയിരിക്കണേരുന്നു. അതായത് ഇപ്പൊ പണ്ടെന്നൊക്കെ പറഞ്ഞ കല്യാണം വിളിക്കാൻ വേണ്ടി ഒരാള് തന്നെ പോകണമല്ലോ. ആള് വേണ്ടല്ലോ, കോള് മതിയല്ല. അപ്പൊ വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച 10-നും 12 ഇടക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് എന്റെ ഭാര്യയുടെ കല്യാണം. ഇതാര് ഗോപിയോ? ഇതാടി ഗോപിനെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ആളെ തിരിച്ചറിഞ്ഞുകൂടാ, ശരിക്കും മൂത്തിരിക്കുക. എവിടെയെങ്കിലും കൊണ്ട് നല്ലൊരു ട്രീറ്റ്മെന്റ് നടത്തേണ്ടി വരും. അപ്പം കല്യാണത്തിന് നീ കുടുംബസമേതം വന്നേക്കണം. പിന്നെ അടിയന്തരം കഴിഞ്ഞ് പോയാൽ മതി. കൊച്ചിൻ്റെ 28 കരുതിയിട്ട് നീ ഗിഫ്റ്റ് മേടിച്ചുകൊണ്ടൊന്നും പറയരുത്. ഗിഫ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കണില്ല. റീത്തായാൽ അത്യുത്തമം. അപ്പം അതും വെച്ചിട്ട് നീ അങ്ങ് പൊക്കോ. അയ്യോ, തല്ലാനല്ല, കത്തിക്കാനാണെങ്കിൽ ഇവിടം മുതൽ ഇങ്ങോട്ട് കത്തിക്കണം. തല പെട്ടെന്ന് കത്തിച്ച് കളയരുത്. എന്തെങ്കിലും നമുക്കൊന്ന് സംസാരിച്ച് നിൽക്കാലോ. ഇത് എന്ത് പറ്റിയത്? ഇത് ഒന്നും പറയണ്ട ഗോപി, അങ്ങേർക്ക് എന്നെ ഭയങ്കര സംശയമാണ്. സംശയോ? കഴിഞ്ഞ ആഴ്ച എന്റെ ഫോണിലേക്ക് ഒരു റോങ് നമ്പറിൽ നിന്ന് കോള് വന്നു. അതൊരു 15 മിനിറ്റ് സംസാരിച്ചെന്ന് പറഞ്ഞോണ്ട് മുട്ടും ബഹളം ഇവിടെ. 15 മിനിറ്റ് റോങ് കോള് സംസാരിച്ചേക്കണ? അത് പിന്നെ അവരെന്തിനാ വിളിച്ച ആരാതൊക്കെ അറിയണ്ടേ? അതിന്റെ പേരിൽ കഴിഞ്ഞ ആഴ്ച കിച്ചണിൽ കിടന്ന് തല്ലുപിടുത്തം. എന്നിട്ട് തേങ്ങ എടുത്ത് എന്റെ തലക്കിട്ട് എറിഞ്ഞു. അയ്യോ, എന്നിട്ട് പൊട്ടി വെള്ളം പോയി. വെള്ളം പോയെന്നാ? തേങ്ങ പൊട്ടി വെള്ളം പോയെന്ന്. ആ വേദനയുടെ ദേഷ്യത്തില് ഞാൻ ചിരവെടുത്ത് ഒന്നങ്ങ് കൊടുത്തു. അയ്യോ, ചിരവുകൊണ്ട് അടിച്ചാ തലക്കിട്ട്? ഇപ്പൊ എന്നിട്ട് പിള്ളേരെ വിളിക്കുക. ഞാൻ എവിടുന്നാ വിളിക്കുന്നത്? ഗോപിക്കറിയാലോ, കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. അന്നൊന്നും പിള്ളേരെ കുറിച്ച് ഒരു ചിന്തയില്ല. ഈ അടി കിട്ടിയ പിന്നെ പിള്ളേരെ വിളിക്കുന്നു പറയാം. ഞാനെവിടെ പോയിക്കൊണ്ടിരും? കഷ്ടം. ഞാനേ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ശൈലേഷ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. ആയുർവേദത്തിൽ എന്തെങ്കിലും ഒരു മരുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് നോക്കാം. ചോദിച്ചു നോക്ക്. ഒന്ന് സൂക്ഷിച്ചേരേട്ടാ. ഇതെപ്പോ വരാനാണിത്? എന്റെ ബിജു, നിനക്ക് തിരക്കുണ്ടെങ്കിൽ നീ പോ. എടാ അതല്ലടാ, ഈ വേലയും കൂലിയില്ലാത്ത സമയത്താണ് നിന്റെ ഉണക്കപ്രേമം. എടാ, ഇത് എന്ത് കഷ്ടമാണ്. നിന്നെ ഞാൻ വിളിച്ചു, നീ എന്തിനാ എന്റെ പുറം കിടക്ക? ഒരു കാര്യം പറയണ്ടായിരുന്നു. അല്ല, ഒരു കാര്യം പറയണ്ടായിരുന്നു.
എടാ അതെ ഞങ്ങൾക്കൊരു കാര്യം പറയണ്ടാവും, നീ ഇത്തിരി മാറിക്കോ. അല്ല, ഞങ്ങൾക്കൊരു കാര്യം പറയണ്ടായിരുന്നു. നിങ്ങക്കാ? എന്റെ ബിജു, നീ ഒന്ന് അടിച്ച് എന്താ ഗോപിട്ട ഒന്ന് ഒന്ന് ഇങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്കിക്കാൻ വേണ്ടിയാണോ വന്നേ? എന്താണ്? എന്റെ ഏട്ട എവിടെയായിരുന്നു 2 ദിവസം? അന്ന് നമ്മള് താജിൽ ഫുഡ് കഴിച്ചിട്ട് പിന്നെ മിണ്ടിട്ടുമില്ല, ഫോൺ വിളിച്ച് എടുക്കില്ല. എവിടെയായിരുന്നത്? 2 ദിവസം താജി കയറി ഫുഡ് കഴിച്ചാ 10,000-2,500 രൂപയുടെ ഫുഡും കഴിച്ച് കുറെ പാർസൽ മേടിച്ചുകൊണ്ടാണോ പോയത്. കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ട് ഞാൻ 2 ദിവസം അവിടെ ജോലിക്ക് ഇരിക്കുകയായിരുന്നു. ഞാൻ എന്നെ വിടണ്ടേ അവിടെ നിന്ന്? അയ്യാ, എന്നാലേ ആ ക്ഷീണം തീർക്കാൻ അവിടെ പുതിയൊരു ഐസ്ക്രീം പാർലർ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ പോയി 2 ഐസ്ക്രീം കഴിക്കും. ഞാൻ ആ ഹോട്ടലിൽ നിന്ന് ഇന്നലെയാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് ജോലിയും കഴിഞ്ഞ്. ഇനി ഞാൻ അവിടെ പോയി ജോലിക്ക് ഇരിക്കണം. എന്നാ പിന്നെ ഇനി ഏട്ടൻ്റെ ഇഷ്ടം പോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ മതി. നീ എന്ത് അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞു? പിന്നില്ലേ, ഒരു തഹസിൽദാരുടെ ആലോചന വന്നിട്ടുണ്ട് വീട്ടില്, എന്നെ കല്യാണം കഴിക്കണം. ചേട്ടൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. തഹസിൽദാറിനൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാളൊക്കെ വല്ല പിടിപാടുള്ള ആൾക്കാരാ. തഹസിൽദാറിനെ ചെയ്യാനല്ല, നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കുക. നമ്മുടെ കാര്യത്തിൽ ഇപ്പം എനിക്ക് നമ്മള് ചെറുതിലെ മുതൽ തുടങ്ങിയ പ്രേമല്ലോ നമ്മുടെ. ഏട്ടന്റെ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ നോക്കി, അന്ന് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ടൈറ്റാനിക് സിനിമ കൊണ്ട് ഇറങ്ങിയപ്പോ തിയേറ്ററിൽ വെച്ച് ചേട്ടൻ പറഞ്ഞു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിനകത്ത് റോസും ജാക്കും കപ്പലിൽ നിൽക്കണ പോലെ നമുക്ക് ഇതിങ്ങനെ നിൽക്കാം. എന്താടി ഇത്? അല്ല, എന്റെ ടൈറ്റാനിക് ടൈറ്റാനിക് ഞാൻ മൊത്തത്തിൽ ടൈറ്റായി നിൽക്കേ. അപ്പൊ എന്റെ കപ്പൽ ഇവിടെ കപ്പ മേടിച്ചതിനുള്ള കാശ് പോലും അതിന്റെ ഇടയിൽ ടൈറ്റാനിക്കും കപ്പലും ഒക്കെ ഇട്ട് വന്നേക്കും. ഏട്ടൻ എന്തെങ്കിലും ചെയ്യണം. ഏട്ടനൊരു പണിക്ക് പോകും, അപ്പൊ എനിക്ക് പറയാലോ വീട്ടില് ജോലിയും കൊല്ലുള്ള ഒരുത്തനാന്ന്. അല്ലെങ്കിൽ ഒരു പണി, ഏട്ടൻ എന്നെ കെട്ടും, അപ്പൊ ഏട്ടനൊരു ജോലിയല്ലേ. നിന്നെ കെട്ടിട്ട് എന്ത് എടുത്ത് പുഴുങ്ങി തിന്നാനാണ് നീ കെട്ടി പറയാ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാന്നേ? ഞാൻ എന്ത് ചെയ്യും? ആ തഹസിൽദാറിനെ കാണണം, മമ്മൂട്ടിന്റെ പോലെ ഇരിക്കണം. പക്ഷെ അയാളുടെ ആ നോട്ടവും ഭാവവും നിപ്പൊക്കെ ഉണ്ടല്ലോ, മനുഷ്യനൊരുമാതിരി മനസ്സിളക്കണ രീതിയിൽ. ഞാനിപ്പോ വീണ് പോകുന്നുണ്ട് പേടി. അല്ല 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 എന്റെ ഏട്ടൻ. നീ ഒരു കാര്യം മനസ്സിലാക്കട്ടെ, 3ാം ക്ലാസ് തൊട്ടുള്ള പ്രണയമാണ് നമ്മൾ രണ്ടുപേരും. അറിയോ? അന്നോട്ട് പ്രേമിച്ചിറങ്ങണ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നീ 3ൽ പഠിക്കണം, അറിയാമോ? ഞാൻ 5ാം ക്ലാസ്സിൽ നിനക്ക് വേണ്ടി 2 തവണ തോറ്റു വന്ന്. നീ 3ൽ നിന്ന് 4ലേക്ക് വന്ന്, 4ൽ നിന്ന് 5ലേക്ക് വന്ന്. ഞാൻ 5ൽ ഒന്നും കൂടി തോറ്റപ്പോൾ നീ അവിടെ നേരെ 6ാം ക്ലാസ്സിട്ട് നീ പോയി. അന്ന് നീ എനിക്കിട്ട് പണിതാ. ഇനി അല്ല, എന്റെ ഏട്ടൻ സുന്ദരനല്ലേ, ജോലിയും കൂലിയും ഇല്ലാത്ത ഒറ്റ കുറവ് മാത്രമേ എന്റെ ഏട്ടനുള്ളൂ. എന്റെ ഏട്ടൻ മിടുക്കനല്ലേ. നീ ഒരു കാര്യം ചെയ്യും, നീ തൽക്കാലം ഇപ്പൊ എന്റെ പൊന്ന് ചക്കര നീ വീട്ടിലേക്ക് ചെല്ല്. അല്ലെങ്കിൽ നമുക്കിപ്പോ തന്നെ വിളിച്ചോളാം. എവിടെ വിളിച്ചോടാ? ഇപ്പൊ ഇതെന്താ ഒരു പ്ലാനിങ് ഇല്ലാണ്ടത് എങ്ങോട്ട്? പിന്നെ ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എനിക്ക് ആ തഹസിൽദാറെ കെട്ടേണ്ടി വരും. പിന്നെ തഹസിൽദാറെ കെട്ടണം എന്ത് തഹസിൽദാർ? നീ അത് ഓക്കെ പറയണ്ട. നീ വീട്ടിലേക്ക് ചെല്ല്. നിന്നെ ഞാൻ ഇങ്ങോട്ട് നോക്കടാ. നിന്നെ ഞാൻ വിളിച്ചോളാം. ഞാൻ വിളിക്കാൻ നേരത്തതേ ഇവിടെ നോക്ക്, ഇങ്ങോട്ട് വിളിക്കാൻ നേരത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ മതി. വിളിക്കാം. വിളിക്കോടെ ചക്കര നീ ചെല്ലേ കേട്ടാ, ചെല്ലേ. അല്ല, വിളിക്കാമല്ലോ അല്ലേ, ഫോണിന് പൈസയൊക്കെ ഇല്ലേ? പിന്നെ ഫോണിൽ പൈസ ഇല്ല, നീ ചെല്ലേ. ഓക്കെ. പിന്നെ ഇങ്ങനെ ഒരു കാര്യം, എന്താ ഫോണൊന്ന് റീചാർജ് ചെയ്ത് തരാം എന്റെ വേണമെങ്കിൽ. വിളിക്കണം. ഞാൻ വിളിക്കാം. നോക്കിയിരിക്കും ഞാൻ. തൊട്ട് കൂട്ടുകാരനല്ലേ, അയാളുടെ ആ നോട്ടം ഭാവന അത്ര ശരിയല്ല. കല്യാണം കഴിയുമ്പോ അയാളെങ്ങാനും വീടിന്റെ പരിസരത്തേക്ക് അടുപ്പിച്ച മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. രണ്ടുപേരുടെ. അപ്പൊ വിളിക്കാലോ അല്ലേ? നോക്കിയിരിക്കും ഞാൻ. വിളിക്കണേ. അവളെന്തോ പറഞ്ഞല്ലോ. നിന്നോടൊക്കെ എന്ത് സ്നേഹോടാ. പിന്നെ കല്യാണം കഴിയുമ്പോഴേ നിന്നെയൊക്കെ വീട്ടിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞ, പിന്നെ അത് മാത്രമല്ല നിന്റെ കാലിന് എന്തോ വേദനയുണ്ടോ എന്നൊരു സംശയം അവർക്ക്. നിന്റെ നിപ്പ് ഇത്ര സുഖമല്ല, ആ മുട്ടുകാലം എന്തോ കംപ്ലൈന്റ് ഉണ്ട്, കുഴമ്പൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് എന്നോട് പറയായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. ഭയങ്കര സ്നേഹമുണ്ടാ, നിനക്ക് പറ്റിയ പെണ്ണാണ്. എന്റെ നമ്പർ എത്രടാ? എന്റെ നമ്പർ 94950764. നിങ്ങൾ ഭാഗ്യവതി എടുത്തില്ല ലോട്ടറി, അതിന്റെ നമ്പർ എത്രയാണ്? 2341 ആരുടെ? 2340. എന്റെ 42 എന്റെ 41. നിന്റെ 41. നിന്റെ 42. 43. നിങ്ങൾ 3 കൂടിയാണ് ടിക്കറ്റ് എടുത്തത്. അതിനകത്ത് ഒരു പ്രൈസ് ഉണ്ടായിരുന്നു. സതീശൻ നമ്മുടെ കൂടെ എടുത്തായിരുന്നു.
അതിന് പ്രൈസ് എന്താ? എത്രയാണ്? 10 ലക്ഷം. 10 ലക്ഷം രൂപയെ? 10 ലക്ഷം എന്റെ ടിക്കറ്റ് ഞാൻ കൊടുത്തത്. അയ്യോ ഈ അല്ല നടന്നു വിടുന്ന ഒരു മിനിറ്റ്. ഞാനേ ഈ സതീശനെ അല്ല സതീശന് പ്രാന്തമാണല്ലോ ഇപ്പൊ. അവന്റെ റിലേ പോയിരിക്കെ. നമുക്കിപ്പോ ഈ എന്താ ചെയ്യാൻ പറ്റിയത്? അവനോട് പറയാൻ വന്നിട്ടോ. അവനോട് പറഞ്ഞ് ശരിയാവില്ല. അവന് വട്ടായി നിൽക്കുന്ന സമയം ഇത് കൂടി കേട്ട് കഴിയുമ്പോ ഒന്നുകൂടി വട്ട് മൂക്കും ചിലപ്പോ. അത് ശരി അത് പറയണ്ട. ഈ ഞാൻ വേറെ ഒന്നും തോന്നരുത് നിങ്ങൾക്ക് എന്നെ കുറിച്ച്. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാം. കമ്മീഷൻ അല്ലേ? എനിക്കാ പുള്ളിക്കാരത്തി ആണെങ്കിൽ ഒരു ആളൊരു സുഖമുള്ള കേസിട്ടല്ല. എങ്ങനെയെങ്കിലും ടിക്കറ്റ് ഇങ്ങോട്ട് മേടിക്കുകയാണെങ്കിൽ, എങ്ങനെയെങ്കിലും ആ ടിക്കറ്റ് നമ്മൾ സ്വന്തമാക്കുകയാണെങ്കിൽ 10ൽ 4.5 ഞാൻ എടുക്കുന്നു, 4.5 നിനക്ക് തരുന്നു. എന്റെ കൂടെ നിന്നാൽ മാത്രമേ ഉള്ളൂ. ഉറപ്പായിട്ടും. നിനക്ക് 4.5 എനിക്ക് 4.5. ആരെ ഇവന് കൊടുക്കും നമ്മള്? പൈന്റ് അല്ല, പൈന്റ് വേണ്ട, ഫുള്ളും വേണ്ട എനിക്ക്. എടാ പൈന്റ് അല്ല, ആരാ എനിക്ക് കമ്മീഷൻ വേണോന്ന്. എടാ ഒന്നങ്ങ് തരാം. 1 ലക്ഷം എനിക്ക്. എന്തും ചെയ്യാൻ എന്റെ കൂടെ നിക്കാന്നുണ്ടെങ്കിൽ പറഞ്ഞ പരിപാടി നടക്കും. അത് ഞാൻ വേറൊന്നുമല്ല, പുള്ളിക്കാരത്തി ആണെങ്കിലുണ്ടല്ലോ, ഈ സതീശന്റെ വൈഫ് എന്ന് പറയുന്നത് പകുതി റിലേ പോയ ടൈപ്പാ. ഒന്ന് ട്യൂൺ ചെയ്ത് എടുക്കാമെങ്കിൽ ഈ സാധനം കൂടെ പോരും. നടക്കും. ഇല്ലെങ്കിൽ ഞാൻ ട്യൂൺ ചെയ്ത് നടത്തിയിരിക്കും. അവനങ്ങനെ ട്യൂൺ ചെയ്യാൻ പറ്റൂല.